ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മിനിക്കോയ് പൊറോട്ട. അതായത് ലക്ഷദ്വീപുകാരും അറിയുന്നത് മിനിക്കോയ് പൊറോട്ട എന്നും മിനിക്കോയ്ക്കാർ ഇതിന് അപ്പം അങ്ങനെ ആണ് കേട്ടോ പറയുന്നത്. ഇത് നമ്മൾ തലേന്ന് ഉണ്ടാക്കിയ ഇട്ട് വെന്തതാണ് ലക്ഷദ്വീപിലത്തെ. അപ്പോൾ ഈ മിനിക്കോയ് പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് പൊടി വേണം. പൊടി കുഴക്കാൻ ആവശ്യമായിട്ടുള്ള നിങ്ങൾക്ക് വെള്ളം അറിയാമല്ലോ, ആ വെള്ളം അടുപ്പത്ത് വെക്കുക. അതിലോട്ട് കുറച്ച് പഞ്ചസാരയും കുറച്ച് ഉപ്പും ചേർക്കുക. അധികം പഞ്ചസാര ഉണ്ടാവാനും പാടില്ല, അധികം ഉപ്പും ഉണ്ടാവാൻ പാടില്ല. പിന്നെ നമുക്ക് വേണ്ടത് ഗീ ആണ് കേട്ടോ. നല്ല പ്യുവർ ഗീ ആണ് വേണ്ടത്. ഇതിൻ്റെ ഏറ്റവും മെയിൻ സാധനം എന്ന് പറയുന്നത് ഗീ ആണ്. അപ്പോൾ നിങ്ങൾ ഗീ അത്യാവശ്യം ഒരു അളവിൽ കൂടുതൽ തന്നെ ഇതിലോട്ട് ആഡ് ചെയ്യേണ്ടി വരും. ഈ ഗീ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിതിനെ നല്ലപോലെ എല്ലാ സ്ഥലത്തും ഗീ എത്തുന്ന രീതിയിൽ ആദ്യം വെള്ളം ഒന്നും ചേർക്കാണ്ട് നല്ലപോലെ ഒന്ന് കുഴച്ച് കൊടുക്കുക. എല്ലാ പൊടിയുടെ എല്ലാ ഭാഗത്തും ഗീ എത്തിയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ നമുക്കിതിലോട്ട് വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ കാണുന്ന പോലെ തന്നെ ഈ പ്രോസസ്സ് കുറച്ച് പാടാണ്. മീൻസ് നമ്മുടെ ഉമ്മമാർക്കും ഇതിന് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്കൊക്കെ പാടൊന്നുമല്ല. ഈ പൊടി കുഴച്ച് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് പാടൊന്നുമില്ല. അപ്പം നമ്മൾ അത്യാവശ്യം നല്ലപോലെ ഇതെല്ലാ സ്ഥലത്തും ആയോന്ന് ഉറപ്പ് വരുത്തുക കേട്ടോ. ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ഇത് ചെയ്യാവൂ. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഇതിലോട്ട് വേറെ ഒന്നും ഈ ബേക്കിംഗ് പൗഡർ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇടരുത്, പഴം അങ്ങനത്തെ ഒന്നും ഇടരുത്. പിന്നെ നമുക്കിതിലോട്ട് ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ചൂടുവെള്ളം ഒഴിക്കാം. ശ്രദ്ധിക്കുക, ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്, നേരെ കൈയിടരുത്. പകരം നമ്മളൊരു സ്പൂൺ എടുത്തിട്ട് ആദ്യം ഇതിനൊന്ന് റഫ്ലി മിക്സ് ചെയ്യുക കേട്ടോ. ഇത് നമ്മുടെ നോർമൽ ചപ്പാത്തി കുഴയ്ക്കുന്ന ആ ഒരു ഇതല്ല ഉണ്ടാവുക. ഇതിൻ്റെ ടെക്സ്ചർ എന്ന് പറയുന്നത് കുറച്ച് മാറിയിട്ടാണ് ഉണ്ടാകുന്നത്. ഇതിൻ്റെ ടെക്സ്ചർ വരുന്നത് കുറച്ചുകൂടെ സോഫ്റ്റ് ആയിരിക്കും. എന്താ പറയുക, നമ്മുടെ ഈ ബിസ്ക്കറ്റിനൊക്കെ കുഴയ്ക്കുന്ന പോലെ ഇല്ലേ, അതുപോലെയൊക്കെ ആയിരിക്കും. കുക്കി ഡൗ പോലെയൊക്കെ ഉണ്ടാവും. അത്രയ്ക്കും സോഫ്റ്റ് ആയിരിക്കും ഈ സാധനം. സ്പൂൺ കൊണ്ട് നല്ലപോലെ എല്ലാ സ്ഥലത്തും ആ വെള്ളം എത്തി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ നമ്മുടെ കൈ യൂസ് ചെയ്തിട്ട് കുഴക്കാവൂ. കൈ യൂസ് ചെയ്തിട്ട് കുഴയ്ക്കുമ്പോൾ നല്ലപോലെ നീഡ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് ചില സമയത്ത് പച്ച ഉണ്ടാവും. ആ പച്ച ഇല്ലാത്ത രീതിയിൽ വേണം നമ്മൾ കുഴച്ചെടുക്കാനായിട്ട്. കുറച്ച് പണിയാണ്, ചൂടുള്ള സാധനവും പിന്നെ ഇതെല്ലാം കൂടെ ഇതാക്കണം. അപ്പോൾ കുറച്ച് പാടാണ്. പക്ഷേ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങളിപ്പോൾ എത്ര പൊടി എടുത്താലും ഉണ്ടല്ലോ, ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങളൊരു 4 പേർക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് പൊടി തന്നെ എടുക്കണം. ഇനി നമ്മളിതിനെ നല്ല പോലെ നീഡ് ചെയ്യണം. നീഡിങ് ആണ് ഇതിൻ്റെ മോസ്റ്റ് ക്രൂഷ്യൽ പാർട്ടെന്ന് പറയുന്നത്. നീഡിങ്ങിൻ്റെ സമയത്ത് വെള്ളം മതിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ കൂടുതൽ ആഡ് ചെയ്യരുത്. ഞാനിപ്പോൾ ഈ കൺസിസ്റ്റൻസിയുടെ കാര്യം പറഞ്ഞതാട്ടോ. ഇപ്പോൾ ഏകദേശം നമ്മുടെ പൊടി ആ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നല്ലപോലെ നീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പരത്തണം. ഇനി നമ്മളിതിനെ ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റി വെക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ചപ്പാത്തി പോലെ വലുതായിട്ട് പരത്താനുള്ള സാധനമല്ല. ഇത് നമുക്ക് കുട്ടി സ്മോൾ, ഭയങ്കര സ്മോളും അല്ല, ഇതിൻ്റെ രണ്ടിൻ്റെയും നടുക്കായിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ നമുക്ക് ഉണ്ടാക്കേണ്ടത്. എന്നിട്ട് നമ്മളിതിനെ ആദ്യം ഉരുളകളായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. പെർഫെക്റ്റായിട്ട് ഉരുളകളായിട്ടൊന്നും മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളുടെ ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നത്, ആ ഒരു റേഞ്ചിൽ നമുക്ക് ഉരുളകളാക്കി ഇങ്ങനെ വെക്കാവുന്നതാണ് കേട്ടോ. ഈ ഉരുളകൾ നമ്മളിനി പൊടിയൊന്നും ഇല്ലാണ്ടാണ് പരത്തിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ പൊടി ഇല്ലാണ്ട് നമ്മൾ ആദ്യം വട്ടത്തിൽ പരത്തുക. ഇത് നല്ല സോഫ്റ്റ് ആയതുകൊണ്ടുണ്ടല്ലോ, മെല്ലെ ആ റോളിംഗ് പിന്ന് വെക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അങ്ങ് വരും കേട്ടോ. എന്നിട്ട് മെല്ലെ ഇങ്ങനെ പരത്തി കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാ സൈഡിൽ നിന്നും ഒന്ന് അകത്തോട്ട് മടക്കി കൊടുക്കാം. അല്ലെങ്കിൽ ഉമ്മ ഈ ചെയ്യുന്ന പോലെ 2 സൈഡിൽ നിന്നും അകത്തോട്ട് മടക്കിയിട്ട് ഇപ്പോഴത്തെ സൈഡിൽ നിന്ന് ഇങ്ങനെ മടക്കി ഇങ്ങോട്ട് തിരിച്ചെടുത്താലും മതി. എന്നിട്ട് ഇതിനെ വീണ്ടും ഒന്ന് സ്ക്വയറായിട്ട് പതുക്കെ നമുക്ക് പരത്തിയെടുക്കാം. നിങ്ങൾ പെർഫെക്റ്റ് സ്ക്വയറൊന്നും ആവണ്ട കേട്ടോ, ഇങ്ങനെ ഒരു 4 മൂല ഉണ്ടായാൽ മതി. പണ്ടൊക്കെ വീട്ടിൽ 4 മൂല ചപ്പാത്തി എന്നും ഇതിനെ ഞങ്ങൾ വിളിക്കാറുണ്ട്. പക്ഷേ ഞങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇത്ര ടേസ്റ്റൊന്നും ഉണ്ടാവാറില്ല. കറക്റ്റ് റെസിപ്പി സത്യം പറഞ്ഞാൽ നിങ്ങളെപ്പോലെ എനിക്കും ഇപ്പോഴാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ അത്യാവശ്യം നമ്മൾ നല്ലപോലെ പരത്തിയിട്ടുണ്ട്. ഇത് കണ്ടോ, അധികം വലുപ്പമില്ല, അധികം ചെറുതുമല്ല, ഈ ഒരു അളവിലാട്ടോ നമുക്ക് പരത്തിയെടുക്കേണ്ടത്. ഇനി നമുക്കിതെല്ലാം ഇതുപോലെ പരത്തിയെടുക്കണം. എല്ലാം പരത്തിയെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ സൈഡിൽ തന്നെ കേട്ടോ നമ്മൾ വെക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ പാത്രത്തിൽ വെക്കാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ എല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്, ഇത്രയും ഉണ്ട്. ഇതിപ്പോൾ ഒരാളൊരു 5, 6, 7 ഒക്കെ കഴിക്കാം, അത്രയ്ക്ക് നല്ല ടേസ്റ്റുള്ള സാധനമാണ്. അപ്പോൾ നമ്മൾ പരത്താനായിട്ട് ചുടാനായിട്ട് നമ്മൾ ഗീയാണ് യൂസ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഇതിനെ തവയിലിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് 2 സൈഡും ചെറുതായിട്ട് വേവിച്ചെടുക്കുക. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാം കേട്ടോ, കാരണം
ഉമ്മ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാനപ്പോൾ അത് കണ്ടിട്ടാണ് നിങ്ങൾക്ക് ഈ റെസിപ്പി പറഞ്ഞു തരുന്നത്. അപ്പോൾ രണ്ട് സൈഡിലും ചെറുതായിട്ട് ഇങ്ങനെ ബ്രൗൺ കളറായി തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പോഴാണ് ഈ നിങ്ങളുടെ ഗീ യൂസ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഗീ അത്യാവശ്യം നല്ല അളവിൽ യൂസ് ചെയ്യുക. ഇത് ശരിക്കും ഹെൽത്തി ആണെന്ന് ചോദിച്ചാൽ അല്ല, ഹെൽത്തി അല്ല. പക്ഷേ നല്ലൊരു ടീ ടൈം സ്നാക്കാണ്, നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. വേണമെങ്കിൽ ലഞ്ചും നിങ്ങൾക്ക് ഇത് തന്നെ കൊണ്ടുപോകാം. റൊട്ടിക്ക് തന്നെ ഏറ്റവും വലിയൊരു കോമ്പറ്റീറ്ററാണ് ഈ സാധനം. അപ്പോൾ നല്ലപോലെ ചുട്ടെടുത്തിട്ട് ഈ ഒരു കളറാകുമ്പോൾ നമ്മളിങ്ങനെ സൈഡിൽ വെക്കുക കേട്ടോ. ഇനി ഇതിനുള്ള കൂട്ടാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അതിന് നമ്മൾ മീൻ മാസം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ നാട്ടിൽ കിട്ടുന്ന മാസ്, അത് പച്ചമുളകിൽ മിക്സിയിലിട്ട് അരച്ചെടുത്ത്, പിന്നെ കുറച്ച് തക്കാളി, കുറച്ച് ഉള്ളി, കുറച്ച് തേങ്ങ, ഇതൊക്കെ എന്ത് ചെയ്യണം, മിക്സ് ചെയ്യണം. ഇത് സാലഡ് എന്ന് വേണമെങ്കിൽ പറയാം, ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ളതാണ് കേട്ടോ. ഇതിങ്ങനെ തന്നെ കഴിക്കാം നമുക്ക് പച്ചയ്ക്ക്. അപ്പോൾ അത് നല്ലപോലെ നമ്മൾ കുഴച്ചെടുക്കണം. ഞാൻ നേരത്തെ കഴിച്ചിട്ടുണ്ട് മാസിൻ്റെ ഇതൊക്കെ, പക്ഷേ ഇങ്ങനെയുള്ളത് ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. ഇതും എൻ്റെ ഒരു ഫസ്റ്റ് ടൈമായിരുന്നു. കറക്റ്റ് ഇതിൻ്റെ പേര് എനിക്കിപ്പോൾ ഓർമ്മയില്ല. ഉമ്മ എനിക്ക് എന്തോ ഒരു പേര് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് മിനിക്കോയ് ദ്വീപിലെ ഐറ്റം.